ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പി.സി. ചാക്കോയുടെ നേതൃത്വത്തിൽ 10-ാം തീയതി കൊച്ചിയിൽ നടത്താനിരിക്കുന്ന എൻ.സി.പി. ജന്മദിന സമ്മേളനം രാഷ്ട്രീയ നീതിക്ക് നിരക്കുന്നതല്ലെന്ന് മുൻ മന്ത്രി എ.കെ. ശശീന്ദ്രൻ. പുറക്കാട്ടിരി കടവത്ത് പീടികയിൽ വീട്ടിൽ പട്ടാപ്പകൽ സ്കൂട്ടർ മോഷണം. കേരള സർക്കാരിന്റെ ഓപ്പറേഷൻ തൂഫാന് മദ്യനിരോധന സമിതി വടക്കൻ മേഖലാ കമ്മിറ്റിയുടെ പിന്തുണ. സർക്കാർ പ്രൈമറി സ്കൂളുകളിലും അങ്കണവാടികളിലും മോണ്ടിസോറി കരിക്കുലത്തിന്റെ ഭാഗമാക്കാൻ പ്രീ പ്രൈമറി ബില്ല് നിയമസഭയിൽ പാസാക്കണമെന്ന് മോണ്ടിസോറി ഉച്ചകോടി. വില്യാപ്പള്ളി യു പി സ്കൂളിൽ തെളിനീര് പരിസ്ഥിതി വിദ്യാഭ്യാസ പദ്ധതിക്ക് തുടക്കം. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. പി.സി. ചാക്കോയുടെ നേതൃത്വത്തിൽ 10-ാം തീയതി കൊച്ചിയിൽ നടത്താനിരിക്കുന്ന എൻ.സി.പി. ജന്മദിന സമ്മേളനം രാഷ്ട്രീയ നീതിക്ക് നിരക്കുന്നതല്ലെന്ന് മുൻ മന്ത്രി എ.കെ. ശശീന്ദ്രൻ പരിപാടിയിൽ നിന്നും വിട്ടുനിൽക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കോഴിക്കോട്ട് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ ജൂൺ മാസം 10-ാം തീയതി എറണാകുളത്ത് ശ്രീ പി.സി. ചാക്കോയുടെ നേതൃത്വത്തിൽ നടക്കാനിരിക്കുന്ന എൻ.സി.പി. ജന്മദിന സമ്മേളനം യുക്തിക്കും രാഷ്ട്രീയ നീതിക്കും നിരക്കുന്നതല്ല. 1999 ജൂൺ മാസം 10-ാം തീയതി എൻ.സി.പിയുടെ ജന്മദിനമാണ്. ആ പാർട്ടി ഇലക്ഷൻ കമ്മീഷൻ്റെ അംഗീകാരം നേടിയ പാർട്ടിയാണ്. ആ പാർട്ടി എൻ.ഡി.എയുടെ ഘടകകക്ഷിയായി പ്രവർത്തനം ആരംഭിച്ചിട്ട് വർഷങ്ങളായി. അവരുടെ ജന്മദിനം ആഘോഷിക്കാൻ എൻ.സി.പി. എസ്.പി. പ്രവർത്തകന്മാരെ അണിനിരത്ത് ചാക്കോ നടത്തുന്ന ശ്രമം സംശയാസ്പദവും. എൻ.സി.പി. എസ്.പിയുടെ ജന്മദിനം 2024 ഫെബ്രുവരി 8-ാം തീയതിയാണ്. അത് ബോധപൂർവ്വം മറച്ചു വെച്ചുകൊണ്ട് കേരളത്തിലെ എൻ.സി.പി. എസ്.പി. പ്രവർത്തകരെ ജന്മദിനം ആഘോഷിക്കുന്നതിൻ്റെ പേരിൽ കൊച്ചിയിൽ എത്തിക്കുന്നതിൽ നിഗൂഢ രാഷ്ട്രീയ ലക്ഷ്യമുണ്ട്. ശ്രീ പി.എം. സുരേഷ് ബാബുവിനെ എൻ.സി.പി. എസ്.പിയുടെ കേരള ഘടകത്തിൻ്റെ പ്രസിഡന്റായി നിയമിച്ചതിൻ്റെ പ്രഖ്യാപനവും ഈ ദിവസം തന്നെയാകുന്നത് യാദൃച്ഛികമല്ല. മഹാരാഷ്ട്രയെ പോലെ എൻ.ഡി.എയോട് മൃദു സമീപനം കേരളത്തിലും പ്രാവർത്തികമാക്കാനുള്ള ദീർഘവീക്ഷണത്തോടുകൂടി ഒരു കർമ്മപദ്ധതിയായി മാത്രമേ ഇതിനെ കാണാനാവുകയുള്ളൂ. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന രാഷ്ട്രീയ ആദർശം മുറുകെ പിടിച്ചുകൊണ്ട് കഴിഞ്ഞ അരനൂറ്റാണ്ട് കാലമായി അതിൻ്റെ ഭാഗമായി പ്രവർത്തിച്ചു വരുന്ന എൻ.സി.പി. എസ്.പി. പ്രവർത്തകരെ അവരറിയാതെ പുതിയൊരു രാഷ്ട്രീയ സന്ദേശം അവരിൽ കുത്തിവെക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി മാത്രമേ ഈ പരിപാടിയെ കാണാനാവും. അതുകൊണ്ട് തന്നെ 10-ാം തീയതി നടക്കുന്ന പരിപാടിയിൽ ഞാൻ പങ്കെടുക്കുകയില്ലെന്ന് എൻ്റെ സഹപ്രവർത്തകന്മാരെ നിങ്ങളിലൂടെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വീട്ടിൽ പട്ടാപ്പകൽ മോഷണം. പുറക്കാട്ടിരി കടവത്ത് പീടികയിൽ മുഹമ്മദ് അലിയുടെ വീടിന്റെ പോർച്ചിൽ നിർത്തിയിട്ടിരുന്ന സ്കൂട്ടറാണ് മോഷ്ടിച്ചത്. പോലീസ് അന്വേഷണം ആരംഭിച്ചു. കോഴിക്കോട് പുറക്കാട്ടിരി ജുമുഅ മസ്ജിദ് പാത റോഡിലുള്ള കടവത്ത് പീടികയിൽ മുഹമ്മദ് അലിയുടെ സ്കൂട്ടറാണ് മോഷണം പോയത്. ശനിയാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് സംഭവം നടന്നത്. വീട്ടിലെ CCTV ക്യാമറയിൽ മോഷണത്തിന്റെ ദൃശ്യങ്ങൾ പൂർണ്ണമായും പതിഞ്ഞിട്ടുണ്ട്. ടീഷർട്ടും പാൻസും ധരിച്ച പ്രായം കുറഞ്ഞ 2 യുവാക്കളാണ് മോഷണത്തിന് പിന്നിലെന്ന് സംശയിക്കുന്നു. എലത്തൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു.
ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കേരള സർക്കാരിന്റെ ഓപ്പറേഷൻ തൂഫാന് മദ്യനിരോധന സമിതി വടക്കൻ മേഖലാ കമ്മിറ്റി പിന്തുണ പ്രഖ്യാപിച്ചു. മദ്യവിരുദ്ധ കേരളത്തിന് വാഗ്ദാനം ചെയ്ത നിയമ ഭേദഗതി വൈകാതെ നടപ്പിലാക്കണമെന്ന് കോഴിക്കോട്ട് നടന്ന കൺവെൻഷനിൽ അഭിപ്രായമുയർന്നു. കോഴിക്കോട് ഗാന്ധി ഗൃഹത്തിൽ നടന്ന മദ്യനിരോധന സമിതി കൺവെൻഷൻ കവി PK ഗോപി ഉദ്ഘാടനം ചെയ്തു. മദ്യം മൂലം നരകിക്കുന്ന സമൂഹത്തിന്റെ വിമോചന സേനയാണ് മദ്യനിരോധന സമിതിയെന്ന് അദ്ദേഹം പറഞ്ഞു. ഡോക്ടർ ഹുസൈൻ മടവൂർ അനുഗ്രഹ പ്രഭാഷണം നടത്തി. ആലപ്പുഴ സമരനായകരായ BR കൈമൾ, ലതാ കൈമൾ എന്നിവരെ സിദ്ദിഖ് മൗലവി അയലക്കാട്, കോർ എപ്പിസ്കോപ്പ മാത്യൂസ് വട്ടിയാനിക്കൽ എന്നിവർ അനുമോദിച്ചു. സംസ്ഥാന പ്രസിഡന്റ് ഇയ്യച്ചേരി കുഞ്ഞികൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. ഷാജുബായി, ജോസഫ് പൂതക്കുഴി, E പത്മിനി ടീച്ചർ, അഡ്വക്കേറ്റ് VP ശ്രീധരൻ മാസ്റ്റർ, BR കൈമൾ, ലതാ കൈമൾ എന്നിവരും സംസാരിച്ചു. വടക്കൻ മേഖലാ പ്രവർത്തന രേഖ ചീഫ് കോർഡിനേറ്റർ പ്രൊഫസർ TM രവീന്ദ്രൻ അവതരിപ്പിച്ചു. ഖദീജ നർഗീസ്, IC മേരി, സജീവൻ കക്കടവത്ത്, മജീദ് മാടമ്പാട്ട്, KG വർഗീസ്, PV ഉദയകുമാർ, പ്രൊഫസർ OJ ചിന്നമ്മ എന്നിവർ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചു. മേഖലാ ഭാരവാഹികളായി സിദ്ദിഖ് മൗലവി അയലക്കാട്, ശ്രീജിത്ത് കണ്ണൂർ, പ്രശാന്ത് ബാവ, ദിവാകരൻ CK, സക്കറിയാസ് തേക്കുംകാട്ടിൽ എന്നിവരെ തിരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സർക്കാർ പ്രൈമറി സ്കൂളുകളിലും അങ്കണവാടികളിലും മോണ്ടിസോറി കരിക്കുലത്തിന്റെ ഭാഗമാക്കാൻ പ്രീ പ്രൈമറി ബില്ല് നിയമസഭയിൽ പാസാക്കണമെന്ന് കോഴിക്കോട്ട് നടന്ന വിദ്യാഭ്യാസ ഉച്ചകോടിയിൽ ആവശ്യമുയർന്നു. വേൾഡ് മോണ്ടിസോറി കൌൺസിലും ഭാരത് എഡ്യൂക്കേഷൻ ഫൗണ്ടേഷനും ചേർന്നാണ് ഉച്ചകോടി സംഘടിപ്പിച്ചത്. ലോക പ്രശസ്ത വിദ്യാഭ്യാസ രീതിയാണ് മോണ്ടിസോറി. ഈ പാഠ്യപദ്ധതി കേരളത്തിലെ സർക്കാർ പ്രൈമറി സ്കൂളുകളിലും അങ്കണവാടികളിലും കരിക്കുലത്തിന്റെ ഭാഗമാക്കണമെന്നും ഇതിനായി പ്രീ സ്കൂൾ ബില്ല് നിയമസഭയിൽ പാസാക്കണമെന്നുമാണ് വേൾഡ് മോണ്ടിസോറി കൌൺസിലും ഭാരത് എഡ്യൂക്കേഷൻ ഫൗണ്ടേഷനും സംയുക്തമായി കോഴിക്കോട്ട് സംഘടിപ്പിച്ച വിദ്യാഭ്യാസ ഉച്ചകോടിയിൽ സർക്കാരിനോട് ആവശ്യപ്പെട്ടത്. ഉച്ചകോടി വേൾഡ് മോണ്ടിസോറി കൌൺസിൽ എക്സിക്യൂട്ടീവ് ഡയറക്ടർ നർമ്മദ നാരായണൻ ബംഗളൂരു ഉദ്ഘാടനം ചെയ്തു. But many of us, we have Bharat Education Foundation as well as World Montessori Council and many other councils across the world, and a lot of training institutions prepare educators. So many a times when I go to Government of Karnataka, Government of India, or recently I'm working with Government of Tamil Nadu also, I only question, and all my proposals and resolutions which I give it to them, I say that do our teacher education institutions are prepared to give child-centric learning? ഉച്ചകോടിയുടെ ഭാഗമായി പുറത്തിറക്കിയ മെമ്മോറാണ്ടം വിദ്യാഭ്യാസ മന്ത്രി അഡ്വക്കേറ്റ് N ഷംസുദ്ദീന് വേൾഡ് മോണ്ടിസോറി കൌൺസിൽ സാരഥികളായ ഡോക്ടർ PK നൌഷാദും ഷംസുദ്ദീനും കൈമാറിയിരുന്നു. കോർപ്പറേഷൻ സ്ഥിരം സമിതി അധ്യക്ഷ കവിത അരുൺ മുഖ്യാതിഥിയായി. ഭാരത് എഡ്യൂക്കേഷണൽ ഫൗണ്ടേഷൻ മാനേജിംഗ് ഡയറക്ടർ E ഷംസുദ്ദീൻ അധ്യക്ഷനായി. വേൾഡ് മോണ്ടിസോറി കൌൺസിലിന്റെ അക്രഡിറ്റേഷൻ സർട്ടിഫിക്കറ്റ് നർമ്മദ നാരായണൻ E ഷംസുദ്ദീന് നൽകി. മോണ്ടിസോറി കൌൺസിൽ ഡയറക്ടർ ഡോക്ടർ PK നൌഷാദ്, ഡോക്ടർ CN ബാലകൃഷ്ണൻ, ഡോക്ടർ കുഞ്ഞഹമ്മദ്, ഡോക്ടർ ലൈല, ഡോക്ടർ മുഹമ്മദ് ഷിയാസ്, നിയാസ് ചോല, അബ്ദുൾ റഹ്മാൻ, JC തുടങ്ങിയവർ സംബന്ധിച്ചു. മോണ്ടിസോറി വിദ്യാഭ്യാസ മേഖലയിൽ പ്രാഗൽഭ്യം തെളിയിച്ചവരെ ചടങ്ങിൽ ആദരിച്ചു. മോണ്ടിസോറിയുടെ എക്സിബിഷനും ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above ₹2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years.
ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. വില്യാപ്പള്ളി UP സ്കൂളിൽ ഒരു അധ്യയന വർഷം കൊണ്ട് നടപ്പാക്കുന്ന തെളിനീര് പരിസ്ഥിതി വിദ്യാഭ്യാസ പദ്ധതിക്ക് തുടക്കമായി. സ്കൂളിലെ വിവിധ പരിസ്ഥിതി സംഘടനകൾ ചേർന്നാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. വില്യാപ്പള്ളി UP സ്കൂളിൽ ഒരു അധ്യയന വർഷം കൊണ്ട് നടപ്പിലാക്കുന്ന തെളിനീർ എന്ന പരിസ്ഥിതി വിദ്യാഭ്യാസ പദ്ധതിക്ക് തുടക്കമായി. സ്കൂളിലെ വിവിധ പരിസ്ഥിതി സംഘടനകൾ ചേർന്നാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. പദ്ധതിയുടെ ഉദ്ഘാടനം സർക്കാരിന്റെ വനമിത്ര പുരസ്കാര ജേതാവ് വടയക്കണ്ടി നാരായണൻ പദ്ധതിയുടെ കോർഡിനേറ്റർ മധുമിതയ്ക്ക് വൃക്ഷത്തൈ കൈമാറിക്കൊണ്ട് നിർവഹിച്ചു. മാലിന്യ സംസ്കരണം, ഊർജ്ജ സംരക്ഷണം, ജലസംരക്ഷണം, ഭക്ഷ്യസുരക്ഷ തുടങ്ങിയ മേഖലകളിൽ വിദ്യാലയത്തെയും വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും വീടുകളെയും സ്വയം പര്യാപ്തമാക്കുക എന്നതാണ് പദ്ധതിയുടെ ഒരു ലക്ഷ്യം. ഇതിന്റെ ഭാഗമായി വിദ്യാലയത്തിലും വീടുകളിലും 2 പെട്ടികൾ വെച്ച് ജൈവ അജൈവ മാലിന്യങ്ങൾ വേറെ വേറെ ശേഖരിച്ച് സംസ്കരണത്തിന് അയക്കും. ഒരു സ്വിച്ച് പോലും അനാവശ്യമായി ഓൺ ചെയ്ത് വെക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തും. ഒരു തുള്ളി വെള്ളം പോലും പാഴാക്കപ്പെടുന്നില്ല എന്ന് ഉറപ്പുവരുത്തും. പരമാവധി സ്ഥലങ്ങളിൽ എന്തെങ്കിലുമൊക്കെ കൃഷി ചെയ്യും. ഇതിനു പുറമെ വൃക്ഷത്തൈ നടൽ, പരിസ്ഥിതി ബോധവൽക്കരണം, മഷിപ്പേനയിലേക്ക് മടക്കം, പക്ഷിക്ക് കുടിനീർ, ഔഷധ സസ്യത്തോട്ടം, ശലഭോദ്യാനം തുടങ്ങിയവയും നടപ്പിലാക്കും. സ്റ്റാഫ് സെക്രട്ടറി NK ശരീഷ് അധ്യക്ഷനായി. റഫീഖ് മത്തത്ത്, NK സലീന, AK ബിന്ദു, മധുമിത, ഋതിൻ ജോ, ദയൻ ദത്ത് തുടങ്ങിയവർ സംസാരിച്ചു. വിദ്യാർത്ഥികൾ പരിസ്ഥിതി സംരക്ഷണത്തിൽ അധിഷ്ഠിതമായ കലാപരിപാടികളും അവതരിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ബേപ്പൂർ കലാഗ്രാമത്തിന്റെ ആഭിമുഖ്യത്തിൽ വനിതകൾക്കായുള്ള നാടക പരിശീലന ക്യാമ്പ് ആരംഭിച്ചു. ക്യാമ്പിന്റെ ഉദ്ഘാടനം കൗൺസിലർ K രാജീവ് നിർവഹിച്ചു. ബേപ്പൂർ കലാഗ്രാമം സംഘടിപ്പിക്കുന്ന വനിതകൾക്കായുള്ള ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന നാടക പരിശീലന ക്യാമ്പ് കൗൺസിലർ K രാജീവ് ഉദ്ഘാടനം ചെയ്തു. നാടകം ജനകീയ കലയാണെന്നും നാടിന്റെ പുരോഗതിക്കായി നാടക കലാകാരന്മാർ മുന്നിട്ടിറങ്ങണമെന്നും അദ്ദേഹം പറഞ്ഞു. നമ്മുടെ നാടിന്റെ പരിച്ഛേദത്തെ എന്താണോ ഈ നാട് ആഗ്രഹിക്കുന്നത്, നാളെ ഈ നാട് എങ്ങനെയാകണമെന്ന് ആഗ്രഹിക്കുന്ന നല്ല സമ്പന്നമായിട്ടുള്ള മനസ്സുള്ള ഒരുപാട് ആളുകളുണ്ട്. അത് ഏറ്റവും മനോഹരമായി ഒരു സമൂഹത്തിന് മുൻപിൽ വളരെ കൃത്യതയോടെ ഒരു സ്റ്റേജിന് മുന്നിൽ നിന്നുകൊണ്ട് യാതൊരു മടിയും കൂടാതെ ഒരു തെറ്റും വരുത്താതെ തന്നെ ഏറ്റവും മനോഹരമായ നിലയിലേക്ക് അവതരിപ്പിക്കുന്നതിനാവശ്യമായിട്ടുള്ള സംവിധാനമാണ് നാടകകലയിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നേരിട്ടുള്ളൊരു ഇൻട്രാക്ഷൻ. ക്യാമ്പ് ഡയറക്ടർ അബീഷ് ശശിധരൻ സംസാരിച്ചു. അഭിനയകല പങ്കുവെക്കുന്നത് ഉടലിന്റെ സൗന്ദര്യവും രാഷ്ട്രീയവുമാണെന്ന് അദ്ദേഹം പറഞ്ഞു. MP സുരേഷ് കുമാർ, PN പ്രേമരാജൻ എന്നിവർ ആശംസകൾ നേർന്നു. കലാഗ്രാമം പ്രിൻസിപ്പൽ T ശശികല അധ്യക്ഷയായി. M രാജഗോപാൽ സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി മാവൂർ റോഡ് സ്മൃതി പഥത്തിൽ കോഴിക്കോട് സെന്റ് ജോസഫ് ആംഗ്ലോ ഇന്ത്യൻ ഗേൾസ് HSSലെ വിദ്യാർത്ഥികൾ മരം നട്ടു. മേയർ O സദാശിവൻ ഉദ്ഘാടനം നിർവഹിച്ചു. സ്മൃതി പഥത്തിൽ കോഴിക്കോട് സെന്റ് ജോസഫ് ആംഗ്ലോ ഇന്ത്യൻ ഗേൾസ് HSലെ വിദ്യാർത്ഥികൾ മരം നട്ടു. മേയർ O സദാശിവൻ മരം നട്ട് ഉദ്ഘാടനം ചെയ്തു. A പ്രദീപ് കുമാർ, കോർപ്പറേഷൻ സ്ഥിരം സമിതി അധ്യക്ഷരായ K രാജീവ്, സുജാത കൂടത്തിങ്കൽ, HM സിസ്റ്റർ അഞ്ജലി, PTA പ്രസിഡന്റ് വരുൺ ഭാസ്കർ തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ആവശ്യകത ഓർമ്മിപ്പിച്ച് കൈകളിൽ ചായം തേച്ച് ക്യാൻവാസിൽ പതിപ്പിച്ചു. K ജയന്ത് MLA ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഒരു ഇടവേള കൂടി.
ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize. Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above ₹2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ഓൾ ഇന്ത്യ വുമൺസ് കോൺഫറൻസ് സുവർണ ലോക പരിസ്ഥിതി ദിനം ആചരിച്ചു. സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പാണ് നടത്തിയത്. ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി ഓൾ ഇന്ത്യ വുമൺസ് കോൺഫറൻസിന്റെ കോഴിക്കോട് ബ്രാഞ്ചായ സുവർണയും അഷ്ടവൈദ്യൻ തൈക്കാട് മൂസ് വൈദ്യരത്നം ഔഷധശാലയുടെ കോഴിക്കോട് ആയുർവേദ ആൻഡ് പഞ്ചകർമ്മ സെന്ററും സംയുക്തമായി സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. സുവർണ പ്രസിഡന്റ് ഭുവനേശ്വരി രവീന്ദ്രൻ, വൈസ് പ്രസിഡന്റ് ചിത്ര കൃഷ്ണൻകുട്ടി, വൈദ്യരത്നം ഡോക്ടർ വിമൽ കുമാർ, ഡോക്ടർ അനുശ്രീ എന്നിവരുടെ നേതൃത്വത്തിൽ നടത്തിയ ക്യാമ്പിൽ 70-ൽ പരം ആളുകൾക്ക് അസ്ഥി സാന്ദ്രതാ പരിശോധനയും വിദഗ്ധ ഡോക്ടർമാരുടെ കൺസൾട്ടേഷനും സൗജന്യമായി നൽകി. ഔഷധ സസ്യച്ചെടികൾ, തൈലം മുതലായവയും സൗജന്യമായി വിതരണം ചെയ്തു. മുതിർന്ന പൗരന്മാർക്ക് ഉഴിച്ചിൽ, കിഴി മുതലായ ചികിത്സകളിൽ 10% കിഴിവും ക്യാമ്പിലൂടെ ലഭ്യമാക്കി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. റെസിഡൻസ് അസോസിയേഷനുകളുടെ നേതൃത്വത്തിൽ നടുവട്ടത്ത് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തി. കോർപ്പറേഷൻ 51-ാം ഡിവിഷൻ കൗൺസിലർ കൊല്ലത്ത് സുരേശൻ ഉദ്ഘാടനം ചെയ്തു. ന്യൂ ടാഗോർ റെസിഡൻസ് അസോസിയേഷൻ, വെള്ളായിക്കോട്ട് റെസിഡൻസ് അസോസിയേഷൻ, ട്രിനിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി കണ്ണാശുപത്രി, കോഴിക്കോട് ആസ്റ്റർ ലാബ് എന്നിവർ സംയുക്തമായാണ് മെഡിക്കൽ ക്യാമ്പ് നടത്തിയത്. ക്യാമ്പിൽ സൗജന്യ നേത്ര പരിശോധന, തിമിര നിർണയ പരിശോധന, ജീവിതശൈലി രോഗ നിർണയം എന്നിവ നടന്നു. നടുവട്ടം പെയിൻ ആൻഡ് പാലിയേറ്റീവ് ക്ലിനിക്കിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. ക്യാമ്പിന്റെ ഉദ്ഘാടനം 51-ാം ഡിവിഷൻ കൗൺസിലർ കൊല്ലത്ത് സുരേശൻ നിർവഹിച്ചു. ഞാനൊക്കെ മാറാട് കൗൺസിലായിരിക്കുന്ന സമയങ്ങളിലൊക്കെ ഞാനൊക്കെ ഓരോ ക്യാമ്പുകൾ വെച്ചിട്ട് എല്ലാ വീട്ടിലും അങ്ങനെ കൊണ്ടുപോയി. അപ്പോഴാണ് ഒരു സൂപ്പറിന് അറിയുന്നത്, ഒരാളുള്ള സൂപ്പർ ഇന്നെ സ്ത്രീകൾക്ക് ഇന്നെ സൂപ്പർ ഉണ്ടെന്ന് അവർക്ക് അപ്പോഴാണ് മനസ്സിലാകുന്നത്. അപ്പൊ അതിനനുസരിച്ച് മരുന്ന് കുടിച്ചതിനനുസരിച്ചാണ് അവർക്ക് ആ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. നമ്മുടെ ഹെൽത്ത് സെന്ററൊക്കെ നല്ല സജീവമായിട്ട് വർക്ക് ചെയ്തതുകൊണ്ട് അവിടുന്ന് പരമാവധി മരുന്ന് പറഞ്ഞു കിട്ടിയത്. അപ്പൊ അത്തരത്തിൽ നമ്മളെ ഇപ്പൊ കണ്ണുണ്ടെങ്കിൽ എല്ലാം കാഴ്ച ഉണ്ടെങ്കിൽ എല്ലാം കാണാൻ പറ്റുള്ള രീതിയിലാണ് കണ്ണ് ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന പ്രവർത്തനങ്ങൾ ആദ്യത്തെ. ഷുഗറുള്ളവർ എപ്പോഴും കണ്ണ് ടെസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ടെസ്റ്റ് ചെയ്യണം. ഒരു 6 മാസം കൂടുമ്പോഴേ ക്ലാസ്സുകളൊക്കെ നിസ്സാരം 6 മാസം കൂടുമ്പോഴേ ടെസ്റ്റ് ചെയ്യുന്നതാണ് കണക്ക്. ഇപ്പൊ നമ്മുടെ പേരോത്ത് പ്രകാശൻ അധ്യക്ഷനായിരുന്നു. ട്രിനിറ്റി കണ്ണാശുപത്രിയിലെ ഒപ്റ്റോമെട്രിസ്റ്റ് റിഷാന ക്യാമ്പ് വിശദീകരണം നടത്തി. പി ജയചന്ദ്രൻ, എം സുജാത, യു പ്രദീപൻ, പി പ്രതിഭ എന്നിവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. ശ്രീലക്ഷ്മി സ്വയം സഹായ സംഘം 21-ാം വാർഷികം വിവിധ പരിപാടികളോടെ നടന്നു. പരിപാടികൾ എലത്തൂർ മണ്ഡലം MLA വിദ്യാ ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ശ്രീലക്ഷ്മി സ്വയം സഹായ സംഘം 21-ാം വാർഷികാഘോഷവും കുടുംബസംഗമവും എലത്തൂർ നിയോജക മണ്ഡലം MLA വിദ്യാ ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. നാളെ ഈ സംഘം കുറേക്കൂടെ ശക്തമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയട്ടെ. നിങ്ങളിവിടെ തന്ന നിവേദനം അത് ഞാനൊന്ന് പഠിച്ചിട്ട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് മറുപടി പറയാമെന്ന് മാത്രം ഈ ഒരു അവസരത്തിൽ പറയുന്നു. നന്ദി, നമസ്കാരം, ജയ്. കക്കോടി ഗ്രാമപഞ്ചായത്ത് അംഗം നീനു ബിനോയ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. ഏറാടിക്കുളങ്ങര സന്തോഷ് അധ്യക്ഷനായിരുന്നു. ചടങ്ങിൽ സംഘം അംഗങ്ങളായ വിശ്വനാഥൻ മാസ്റ്റർ, അപ്പുക്കുട്ടൻ നായർ, അരങ്ങിൽ ബാലകൃഷ്ണൻ നായർ, പ്രേമരാജൻ മേലോട്ട്, ബൈജു ചെറുക്കടത്ത്, അശോകൻ, യേശു പത്മൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് അംഗങ്ങളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ.
പന്നിയങ്കര ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ SSLC +2 പരീക്ഷകളിൽ മുഴുവൻ A+ വാങ്ങിയ വിദ്യാർത്ഥികളെ അനുമോദിക്കലും 120-ലധികം കുട്ടികൾക്കുള്ള പുസ്തക വിതരണവുമാണ് നടന്നത്. 57-ാം വാർഡ് കൗൺസിലർ സ്മിത ഷൽജി പരിപാടി ഉദ്ഘാടനം ചെയ്തു. വേൾഡ് പവർ ലിഫ്റ്റിംഗ് ഗോൾഡ് മെഡൽ വിന്നർ ആൻഡ് സ്ട്രോങ് വുമൺ ഓഫ് ദി ഇയർ സൈനബ, മഹാരാഷ്ട്രയിൽ നടന്ന 69ാമത് നാഷണൽ സ്കൂൾ കബഡി അണ്ടർ-17 ഗേൾസ് ചാമ്പ്യൻഷിപ്പിൽ വിജയിച്ച ഫാത്തിമ ഫെബ, 57-ാം വാർഡിലെ അംഗൻവാടി നമ്പർ 91-ൽ നിന്നും വിരമിച്ച റുഖിയ ടീച്ചർ എന്നിവരെയും വേദിയിൽ ആദരിച്ചു. ക്ലബ്ബ് ജോയിന്റ് സെക്രട്ടറി പ്രവീൺ കുമാർ, ക്ലബ്ബ് പ്രസിഡന്റ് സജീവൻ CA, സെക്രട്ടറി അനീഷ് P, കലാ-സാംസ്കാരിക കമ്മിറ്റി കൺവീനർ രാഗേഷ് V, പന്നിയങ്കര സ്വാശ്രയ സമിതി ജോയിന്റ് കൺവീനർ ആനന്ദൻ P എന്നിവരും സംസാരിച്ചു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. PC ചാക്കോയുടെ നേതൃത്വത്തിൽ 10-ാം തീയതി കൊച്ചിയിൽ നടത്താനിരിക്കുന്ന NCP ജന്മദിന സമ്മേളനം രാഷ്ട്രീയ നീതിക്ക് നിരക്കുന്നതല്ലെന്ന് മുൻ മന്ത്രി AK ശശീന്ദ്രൻ. പുറക്കാട്ടിരി കടവത്ത് പീടികയിൽ വീട്ടിൽ പട്ടാപ്പകൽ സ്കൂട്ടർ മോഷണം. കേരള സർക്കാരിന്റെ ഓപ്പറേഷൻ തൂഫാന് മദ്യനിരോധന സമിതി വടക്കൻ മേഖലാ കമ്മിറ്റിയുടെ പിന്തുണ. സർക്കാർ പ്രൈമറി സ്കൂളുകളിലും അങ്കണവാടികളിലും മോണ്ടിസോറി കരിക്കുലത്തിന്റെ ഭാഗമാക്കാൻ പ്രീ പ്രൈമറി ബില്ല് നിയമസഭയിൽ പാസാക്കണമെന്ന് മോണ്ടിസോറി ഉച്ചകോടി. വില്യാപ്പള്ളി UP സ്കൂളിൽ തെളിനീര് പരിസ്ഥിതി വിദ്യാഭ്യാസ പദ്ധതിക്ക് തുടക്കം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.